നമസ്കാരം. മറുനാടും മലനാടും. മറുനാട്ടിലെ വിശേഷങ്ങൾ മലനാട്ടിലെത്തിക്കുന്നു. മറുനാടും മലനാടും. നമസ്കാരം. മറുനാട്ടിലെ മലയാളികളെ നമ്മൾ എത്രയോ സവിശേഷ വ്യക്തിത്വങ്ങളെ കണ്ടിരിക്കുന്നു. ഇന്നും നമ്മോടൊപ്പം അത്തരത്തിലൊരു വ്യക്തിത്വമാണ് ഉള്ളത്. പഠിച്ചത് നിയമമാണ്. പക്ഷേ ഇപ്പോൾ നാട്ടിലല്ല, മറുനാട്ടിൽ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശരിക്കും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന ജൈവ ജീവശാസ്ത്രത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് പോലെ, അതായത് പ്രകൃതിയോട് താതാമ്യം പ്രാപിക്കുന്ന തരത്തിൽ ചില ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. മാത്രമല്ല, അദ്ദേഹം മലയാളികൾക്ക് ഏറെ സുപരിചിതനായിരിക്കുന്നത് ഒരു മീഡിയയുടെ വക്താവെന്ന നിലയിലും, ഒപ്പം ലോകത്തിൻ്റെ മാതാവായ അമൃതാനന്ദമയി ദേവിയുമായി വളരെ ആത്മബന്ധമുള്ള ഒരു വ്യക്തി എന്ന നിലയിലുമൊക്കെയാണ് ശ്രീ ജയറാം സാർ മലയാളികൾക്ക് സുപരിചിതനായിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ അദ്ദേഹം ഇരിക്കുന്നത് ബരാക്കത്ത് എന്ന ദുബായിലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഒരു ഫ്രൂട്ട്സ് ഡിവിഷൻ കമ്പനി പ്രവർത്തിപ്പിക്കുന്ന അതിൻ്റെ CEO എന്ന നിലയിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ നാട്ടിലെയും മറുനാട്ടിലെയും കുറേ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്വാഗതം സാർ. നമസ്കാരം. ഓക്കെ. 33 വർഷങ്ങളിലെ നീണ്ട അനുഭവമാണ് ഈ മറുനാടുമായിട്ട് സാറിനുള്ളത്. ഒരു അഡ്വക്കേറ്റായിട്ട് ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട് LLB പഠിച്ച ഒരാൾ എങ്ങനെ ഒരു പ്രവാസിയായി എന്നുള്ളതൊരു കൗതുകകരമായ ഒരു അന്വേഷണമാണ്. ഇത് പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് സാമ്പത്തിക ശേഷം അത്ര വലിയ ഫാമിലി ആയിരുന്നില്ലല്ലോ ഞങ്ങൾ. അതുകൊണ്ട് നമ്മൾ പെങ്ങളൊക്കെ കെട്ടിക്കൊടുക്കാനായിട്ട് അന്നത്തെ കാലത്ത് കാശിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അച്ഛൻ്റെ ബിസിനസ്സൊക്കെ അന്നേ സ്റ്റോപ്പായിരുന്നു. ശിവസേന ട്രബിൾ ഉണ്ടായിരുന്നില്ലേ നമ്മുടെ ബോംബെയിൽ ആ സമയം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ഇരുന്നാൽ പോരാ, എന്തെങ്കിലും കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതാലോചിച്ചാണ് ഇങ്ങോട്ട് പോകുന്നത്. അബ്ദുറഹ്മാൻ ബുഖാത്തിർ വന്നിരുന്നു ബോംബെയിൽ. അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഞങ്ങൾ ദുബായ് വന്നു. അവിടെ ഒരു 3 വർഷം പണിയെടുത്തു. അത് കഴിഞ്ഞിട്ട് മിസ്റ്റർ മെഹമ്മൂദ് ബറക്കാത്തിനെ കണ്ടിട്ട് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിലേക്ക് മാറി. സാർ ഒരു ജോലിക്കാരനായിട്ടാണ് ഈ ബറാക്കത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അധിപനാണ്. ഞാൻ പ്യുവർ വെജിറ്റേറിയനാണ് ബൈ ബർത്ത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളായിട്ടുള്ള ഒരു സ്നേഹവും ആ ഒരു ആത്മബന്ധവും കൂടി ഉണ്ടായിരുന്നു. അപ്പം ആ മാർക്കറ്റിൽ അന്നത്തെ കാലം മുതൽ ഞാൻ ഈ വേഷത്തിലാണ്. അപ്പോൾ അന്ന് ആ കാലത്ത് ആൾക്കാർ നോക്കുന്നത് ഇയാളെ ഒരു ടൈം സൂട്ടൊക്കെ ഇട്ടിട്ട് ഇവിടെ ഈ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നു. അപ്പം 5 സ്റ്റാർ ഹോട്ടൽസിലേക്ക് നല്ലൊരു വരുമാനം കിട്ടി. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ചെയിൻ സപ്ലയറായിട്ട് മാറി. പിന്നെ സൂപ്പർ മാർക്കറ്റ്, സ്പിന്നീസിന് പോലെ വലിയ സൂപ്പർ മാർക്കറ്റ്സൊക്കെ ഞങ്ങളായിരുന്നു. ഇന്നും ഇത്രയും വർഷങ്ങളായിട്ട് 33 വർഷമായിട്ട് ഞങ്ങൾ എല്ലാ കസ്റ്റമേഴ്സിനോടും തുടർന്ന് ഇത്രയും വർഷങ്ങളായിട്ട് യാതൊരു ബ്രേക്ക് ഇല്ലാണ്ട് ഞങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അന്നത്തെ കാലത്ത് ഞങ്ങൾ 13 പേരുണ്ടായിരുന്നു മൊത്തം കമ്പനി. ഇന്ന് നോക്കിയാൽ 1400 പേര്
ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഭക്ഷണ പദാർത്ഥമാണ്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഹൈജീനിക് ആയിരിക്കണം, മറ്റു കാര്യങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ് ഈ പ്രത്യേകിച്ചും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതെങ്ങനെ അത് മാനേജ് ചെയ്യുന്നു സാർ? യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ അവിടെയൊക്കെ പോയി അവരുടെ ഈ മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ അവർ ചെയ്യുന്നു അതൊക്കെ കണ്ടുപിടിച്ച് അതനുസരിച്ച് ഞങ്ങളിവിടെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു. പിന്നെ ചെയ്യുന്ന തൊഴിലെന്ന് പറയുന്നത് അത് ഒരു പ്രാർത്ഥനയാണ്. ഈ മനുഷ്യരെപ്പോഴും ഈ പലരും വിജയിക്കാത്ത കാരണം ചെയ്യുന്ന തൊഴിലിൻ്റെ കൂടെയുള്ള സ്നേഹം എങ്ങനെയെന്ന് വെച്ചാൽ സ്വാർത്ഥത കൊണ്ടാണ്. നമുക്കെന്താ കിട്ടുക എന്ന് അത് ആലോചിച്ച് ചെയ്യുമ്പോൾ അതിന് അത്ര വലിയ ഒരു വിജയം ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മൾ ചെയ്യുന്ന പണി ദൈവത്തിന് വേണ്ടിയിട്ട്, നല്ല കാര്യങ്ങൾ വേണ്ടിയിട്ട്, എല്ലാവർക്കും നല്ലത് വരാനായിട്ടും ആ രീതിയിൽ അത് നോക്കിയിട്ട് അതിനായിട്ടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുമ്പോൾ ആ സ്നേഹം പകരും. അത് പകരുമ്പോൾ നമുക്ക് ഏതൊരു സാഹചര്യം വന്നാലും അതിന് പോസിറ്റീവായിട്ടേ ഉണ്ടാവുള്ളൂ, അതിന് നെഗറ്റിവിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇന്നും എല്ലാ കസ്റ്റമേഴ്സും 10-33 വർഷങ്ങളായിട്ടും ആൾക്കാർ എന്നോട് ആ സ്നേഹം ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഈ കമ്പനി വളർന്നതാണ്. നമ്മുടെ കമ്പനി പണിയെടുക്കുന്ന പല നാഷണാലിറ്റീസ്, നേപ്പാളീസ് ഉണ്ട്, ഇറാനികളുണ്ട്, പാകിസ്ഥാനികളുണ്ട്, ബംഗ്ലാദേശീസ് ഉണ്ട്, മലയാളീസ് മെജോറിറ്റി ഉണ്ട്. ഇവരെല്ലാവർക്കും ഈ കാര്യം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാവരും നന്നായിട്ടുണ്ട് നാട്ടിൽ. പിന്നെ 27 വർഷമായിട്ട് രാജിവെച്ചിട്ട് ആരും പോയിട്ടില്ല. അതാണ് ഞങ്ങളുടെ കമ്പനിയുടെ വിജയം. ഇപ്പോൾ നമ്മളൊരു ഫാമിലിയാണ്, ബറക്കാത്തി എന്ന് പറയും, ബറക്കാത്തി ഫാമിലി. ജ്യൂസ് കേടുകൂടാതിരിക്കാനും കുറേ നാൾ നീണ്ട് നിൽക്കാനും ഒക്കെ ആയിട്ട് പല പ്രിസർവേറ്റീവ്സും ഒക്കെ അതിനകത്ത് ഉപയോഗിക്കാറുണ്ട്, പല പാക്ക്ഡ് ഫുഡിലും. പക്ഷേ നമ്മൾ കൃത്യം പ്യുവർ ആയിട്ട് അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? പബ്ലിക്കിനെ യാതൊരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഒരു ബിസിനസ് ചെയ്യാൻ. അപ്പോൾ ഇന്ന് പല ജ്യൂസുകളിലും പ്രിസർവേറ്റീവ് ഉണ്ട്. അവർ അസ്കോർബിക് ആസിഡ് അവർ എഴുതാറുണ്ട്, പക്ഷേ അത് കാൽഷ്യത്തിനല്ല ആഡ് ചെയ്യുന്നത്, അത് പ്രിസർവേറ്റീവാണ്. പ്രിസർവേറ്റീവ് എത്ര കൂടുതൽ നമ്മൾ കഴിക്കുന്നോ അത്രയും ക്യാൻസർ വർദ്ധിച്ചു വരുന്നുണ്ട്. അതേസമയം ഞങ്ങളുടെ ജ്യൂസ് എന്ന് പറയുന്നത് 100% പ്രകൃതിയുടെ ജ്യൂസാണ്. എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടിൻ്റെ അതേ സാധനം ബോട്ടിലിനകത്ത് വരുന്നു. ഞങ്ങൾ സാധാരണ പറയുന്നത് ഫ്രം ഫ്രൂട്ട് ടു ജ്യൂസ് വിതിൻ 5 minutes. അതാണ് നമ്മുടെ ആ ഇത് അപ്പോൾ പ്രിൻസിപ്പിൾ. അപ്പം ഇതിനെ യാതൊരു പ്രിസർവേറ്റീവും നമ്മൾ ആഡ് ചെയ്യാറില്ല. അത് ചെയ്യാത്തതുകൊണ്ട് ഇതിൻ്റെ ഷെൽഫ് ലൈഫ് തന്നെ 3 ദിവസമാണ്. 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇത് കേടാവും. പിന്നെ ഇതിൻ്റെ പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ടെമ്പറേച്ചർ മാറിയാലേ ഈ പ്രശ്നം വരുള്ളൂ. ടെമ്പറേച്ചർ മാറിയില്ലെങ്കിൽ 3 ദിവസം സുരക്ഷിതം. കൊച്ചുകുട്ടികൾ മുതൽ വളർന്നു വരുന്ന സമയത്ത് ഇത്തരം പാക്കറ്റ് ഡ്രിങ്കുകളിലാണ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയാലും ജ്യൂസ് ആയാലും എല്ലാം ബോട്ടിൽ ഉള്ള ഇതാണ് എല്ലാവർക്കും വേണ്ടത്. വീട്ടിൽ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞാലും കുട്ടികൾക്ക് അതൊന്നും വേണ്ട. ഇപ്പം അങ്ങനൊരു കൾച്ചറിലേക്കാണ് കുട്ടികൾ. അവരുടെ ഒരു സൗകര്യം, മാതാപിതാക്കളും സൗകര്യം കൊണ്ട് അങ്ങനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ഉണ്ടാക്കുന്ന ദോഷങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ആളുകൾ അവെയർ ആവേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ദുബായ് UAE പല സ്കൂളും ഞങ്ങളുടെ ജ്യൂസ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ സ്കൂളിൽ 2-3 പ്രാവശ്യം പല സ്കൂളായിട്ട് ഞങ്ങൾ ഒരു വലിയൊരു പ്രസൻറ്റേഷൻ ചെയ്തിരുന്നു. ആ പ്രസൻറ്റേഷനകത്ത് ഞങ്ങൾ വിളിച്ചതെല്ലാം ആ കുട്ടികളുടെ അച്ഛനമ്മമാരെയാണ്. അവർ വന്ന് അത് നോക്കി മനസ്സിലാക്കി. ഇപ്പം പല സ്കൂളിൽ ഇപ്പം ഞങ്ങൾക്ക് മെയിൻ അഡ്വർടൈസ്മെൻറ്റ് കുട്ടികളാണ്. ഇപ്പോൾ കുട്ടികൾ പറയണ ബറക്കത്ത് ജ്യൂസ് വേണമെന്ന് അച്ഛനമ്മമാരോട്. അപ്പോൾ അത്രയ്ക്കും ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഹോസ്പിറ്റൽസിൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. ഇനി താമസിയാതെ ഞങ്ങൾ കൂടുതലും വെൻഡിങ് മെഷീൻസും കൊണ്ടുവരും. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ അത് എത്തിക്കണം എന്നുള്ള ഞങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ. ഏത് എൻ്റർപ്രനവറെയും കണ്ടാൽ സംസാരിച്ചാലും UAE ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഏറ്റവും പറ്റിയ മണ്ണാണ് എന്ന് പറയുന്നു. എന്താണ് അതിനൊക്കെ സാധ്യമായിരിക്കുന്ന ഘടകങ്ങൾ? ഏതൊരു ഗവൺമെൻറ്റും UAE ഗവൺമെൻറ്റിനെ പോലെ അവരുടെ പോളിസീസൊക്കെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കും. അതിൽ യാതൊരു സംശയമില്ല. ബിക്കോസ് പണ്ട് നമ്മൾ നാട്ടിൽ പറയാം ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്ന പോലെ ആ ഒരു ഇത് ശരിക്കും
ഉൾക്കൊള്ളുന്നത് ഈ UAE രാജ്യത്തിൽ. വേറെ മിഡിൽ ഈസ്റ്റിൽ തന്നെ വേറെ ഒരു രാജ്യത്തിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ നമുക്കൊരു 3 ദിവസം അവധിയാണെങ്കിൽ ആ 3 ദിവസം അവധിയിൽ നമുക്ക് പോർട്ടിനകത്ത് കണ്ടെയ്നർ ക്ലിയർ ചെയ്യാൻ പറ്റും. ബാക്കി രാജ്യങ്ങളിൽ അത് പറ്റില്ല. 3 ദിവസം അവധിയാണെങ്കിൽ ആ 3 ദിവസം അവിടെ കിടക്കേണ്ടി വരും. ഈ 3 ദിവസം കൊണ്ട് ഈ ഫ്രൂട്ടിൻ്റെ ഗതി എന്താവും? നശിച്ചില്ലേ? അപ്പം അതുപോലെ പല കാര്യങ്ങളും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. അവർക്ക് മെയിൻ ബിസിനസ്സാണ്. സാർ ഒരു വെജിറ്റേറിയനാണ്, ഒരു വിശ്വാസിയാണ്, പ്രാർത്ഥന, ഇതൊക്കെ വേറൊരു ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. ഒരു ബിസിനസ്മാൻ്റെ ലൈഫ് സ്റ്റൈലെല്ലാം തോന്നുന്നു. കാരണം പാർട്ടി, ഡിന്നർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ ഒരു ബിസിനസ് പാർട്ടി ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ജ്യൂസ് കുടിക്കുക, മദ്യപിക്കണമെന്ന് ആവശ്യമില്ലല്ലോ. പക്ഷേ ബിസിനസ്സിനകത്ത് ഇപ്പോൾ പണ്ട് പറയുന്ന പോലെ ഈ നായവേഷം ഇട്ടാൽ കുറയ്ക്കണമല്ലോ. അപ്പോൾ അതുപോലെ ബിസിനസ്സിനകത്ത് നമുക്കത് ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതൽ അല്ലാണ്ടിരുന്നാൽ മതി. ജീവിതത്തിൽ എല്ലാത്തിനെയും ഒരു ഒരു ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലായിരിക്കണം. കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വരുമ്പോഴാണ് ദുഃഖങ്ങൾ വരുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയുടെ കൂടി ചെയ്യുമ്പോൾ അതാണ് ശരിക്കുള്ള സ്പിരിച്വാലിറ്റി. ഒരു ബിസിനസ് മാനോട് സംസാരിക്കുന്നത് പോലെ അല്ല ഇപ്പോൾ തോന്നുന്നു ഒരു സന്യാസിയോട് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, പിന്നെ സന്യാസം. അതാണ് ശരിക്കുള്ള വേ ഓഫ് ലൈഫ്. അപ്പം ഈ ബ്രഹ്മചര്യം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, ഗൃഹശാസ്ത്രം കഴിഞ്ഞു, പിന്നെ ഈ വാനപ്രസ്ഥം എന്ന് പറയുന്നത് ഈ ഗൃഹശാസ്ത്രത്തിനെയും ഈ സന്യാസത്തിനും നടുപ്പുറം ഈ ഒരു പ്രാക്ടീസാണ്. ഈ പ്രാക്ടീസിൽ പതുക്കെ 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 നമ്മൾ ഓരോന്നായിട്ട് വിടുക. ഈ മുള്ളിൻ്റെ ചെടി കെട്ടിപ്പിടിച്ചിട്ട് എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്ന പോലെ ഓരോന്നായിട്ട് വിട്ടുകൊടുന്നാൽ പിന്നെ ദുഃഖമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും റെഡിയാണ്. ശരിക്കും അതാണ് ഒരു സാധന എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. സാറിൻ്റെ ഒരു പക്ഷേ ഈ ചിന്തകളിലൊക്കെ ഒരു മാറ്റം ഒരു വ്യത്യാസം വന്നത് അമ്മയെ കണ്ടുമുട്ടിയതിന് ശേഷം. 10-23 വർഷമായി. ഇപ്പം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവമേ എനിക്ക് ഇതെത്താ, എനിക്ക് അതിതാ, എനിക്ക് ഇതിതാന്ന് നമ്മൾ ദൈവത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രാർത്ഥന ആവില്ല. അത് എരപ്പന എന്ന് പറഞ്ഞാൽ ഭിക്ഷ ചോദിക്കുന്നതാണത്. അതേസമയം ഈശ്വര ലോകത്തിലെല്ലാവരും നന്നാക്കുമെന്ന് പറയുമ്പോൾ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് നമ്മൾ ലോകാസമസ്ത സുഖിനോ പോകുന്നു പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാവരും നന്നായിരിക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾക്കാർ നന്നാവണ്ടേ? അതിന് അവരെ സഹകരിക്കണം. ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ അതാണ് ശരിക്കുള്ള പ്രാർത്ഥന. ഒരുപക്ഷെ ഇന്ത്യയിലെ മാർക്കറ്റും UAE മാർക്കറ്റും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വ്യത്യാസം തോന്നുന്നത് ഇവിടെ ഒരു സമ്പന്ന രാഷ്ട്രമായതുകൊണ്ട് എല്ലാവർക്കും ഒരു ജ്യൂസ് 1, 2, 3 ബോട്ടിൽ ഒരു ദിവസം വാങ്ങിച്ച് കഴിക്കാൻ മാത്രമുള്ള സമ്പത്ത് ഒരുപക്ഷെ ഇവിടെ ഉള്ളവർക്കുണ്ടാകാം. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അത്തരം പ്രതിശീർഷ വരുമാനമുള്ളവർ കുറവായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു മാർക്കറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കവിടെ സക്സസ് ആവാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം. അങ്ങനെയല്ല. ഈ കാശും സാമ്പത്തിക ശേഷം ഉള്ളവർക്ക് അത് അനുസരിച്ച് ജീവിക്കാമല്ലോ. ഈ കരുക്കുവെള്ളം കുടിക്കാമല്ലോ. കരുക്കുവെള്ളം ഈസ് നോട്ട് വെരി എക്സ്പെൻസീവ്. കരുക്കുവെള്ളം കുടിക്കാമല്ലോ. എന്തിനാ കള്ള് കുടിക്കാൻ പോണ്, എന്തിനാ മറ്റേ ജ്യൂസ് കുടിക്കാൻ പോണ്? അതിനകത്ത് കളറുണ്ട്, അതിനകത്ത് മറ്റേ ആസിഡ്, മറ്റേ പ്രിസർവേറ്റീവ് ഉണ്ട്. അതിനേക്കാൾ ബെറ്റർ കരുക്കുവെള്ളം കുടിക്കുക. അത്രേ ഉള്ളൂ. ഈ എവറിത്തിങ് ഹാസ് ഗോട്ട്. ഇപ്പോൾ ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ, ഈ സെഞ്ച്വറിയിൽ നല്ല ഹെൽത്ത് വേണമെങ്കിൽ കാശ് കൊടുക്കേണ്ടി വരും. ഒരു രക്ഷയില്ല. ബിക്കോസ് പ്രകൃതി അങ്ങനെ ആയിപ്പോയി. നമ്മളെല്ലാം പ്രകൃതിക്ക് അഗെയിൻസ്റ്റ് ഒരുപാട് ചെയ്തുകൊണ്ട് പ്രകൃതി നമുക്കിങ്ങനെ തിരിച്ച് തരികയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആൾറെഡി കോപം കൊണ്ടിരിക്കുകയാണ് ഈ പ്രകൃതി. അപ്പം അതുകൊണ്ടായി സുനാമി വന്നു, അത് വന്നു, ഇതൊക്കെ വരാൻ കാരണം പല ഇപ്പം നേച്ചർ തന്നെ നമ്മൾ ഒരുപാട് ഇംബാലൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പല റോളുകളിലൂടെയാണ് സാറിൻ്റെ വലിയ ജീവിതം. പക്ഷേ എങ്കിലും ഇതിനെല്ലാം കണ്ടക്ട് ചെയ്ത് നിർത്തുന്ന ഒരു ചിന്തയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ വിഭിന്നങ്ങളായ റോളുകളെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അമ്മ പറയും ഏതൊരു സാഹചര്യം ആയാലും അതിനായിട്ടുള്ളൊരു മാസ്ക് ഇടണം, മുഖംമൂടി. നമ്മളൊരു സ്ഥാപനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ നമ്മളൊരു മാനേജറാണെങ്കിൽ, ഒരു
CEO ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും ആ ഒരു മുഖംമൂടി ഇട്ടുകൊണ്ട് വേണം അവിടെ പണിയെടുക്കാൻ. ചെയ്യുന്ന തൊഴിലായിട്ടുള്ള ആ ഒരു ധർമ്മം അത് 100% അതിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്, അത് സ്നേഹം കൊണ്ടും എന്താ പറയുക പ്രാർത്ഥന കൊണ്ടും അത് ചെയ്യുമ്പോൾ അതിന് ഫലം കിട്ടും. നേരെ മറിച്ച് വീട്ടിൽ ചെന്നാൽ അത് മാറ്റിയിട്ട് വേറെ മുഖംമൂടി ഇട്ടു. എന്താ അവിടെ ഞാൻ ഒരു അച്ഛൻ, ഒരു ഭർത്താവ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ആ സമയത്തിൽ ഞാൻ അതിൻ്റെ ധർമ്മം ചെയ്യുള്ളൂ. അവിടെ വീട്ടിലിരുന്നിട്ട് ഞാൻ ഓഫീസിനെ കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്കിപ്പം ഒരു കസ്റ്റമർ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഞാൻ ഒരു സപ്ലയർ അതേസമയം ആ കസ്റ്റമറിനെ ഒരു പാർട്ട്ണർ പോലെ അദ്ദേഹത്തിനെ നമുക്ക് ഒരു സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കംഫർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമായ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര ലാഭം ഉണ്ടാവും, ഇങ്ങനെ ഒരു നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, ഒരു പാർട്ടിസിപ്പേഷൻ, അപ്പം ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ അവർക്കും അതിലൊരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും നമ്മോട് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യില്ല. 100% ആ കോൺട്രാക്റ്റ് നമുക്ക് റിന്യൂവൽ ആയിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് 3 പേര് റോഡ് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ആ പയ്യന്മാരുടെയൊക്കെ കുട്ടികൾ 8 വയസ്സും 9 വയസ്സുമായിരുന്നു. ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ആയിരുന്നു. ഒരാൾ ശ്രീലങ്കന. പക്ഷേ അവർക്ക് ഇൻഷുറൻസ് കാശൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടും ഞാൻ പറഞ്ഞു അവരുടെ ശമ്പളം ആ സ്ത്രീക്ക് ഈ കുട്ടികൾ 18 വയസ്സ് വരെ ഞങ്ങൾ അയച്ചു കൊടുക്കണം. അപ്പം അതൊരു എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികൾക്ക് അച്ഛൻ ദുബായിൽ എവിടെയോ ജോലി ചെയ്യുന്നുണ്ട്, എല്ലാ മാസവും ശമ്പളം വരുന്നുണ്ട്. പക്ഷേ ആ കുട്ടികൾ ഒരു സാമൂഹ്യദ്രോഹിയായിട്ട് മാറില്ല. ആ കുട്ടികൾ നല്ലൊരു സ്കൂളിൽ പോയി പഠിക്കും, അതേസമയം ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും. അച്ഛനില്ലാത്തതിനുള്ള ഒരു കുറവ് അത് നമ്മുടെ കയ്യിലില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ആസ് ബറക്കാത്തിൻ്റെ ആ ഒരു പ്രോസ്പെരിറ്റി എന്നുള്ള ആ വാക്കിന് ദൈവവാക്കായതുകൊണ്ട് ആ കുട്ടികൾക്ക് അച്ഛൻ്റെ അറ്റ്ലീസ്റ്റ് എല്ലാ മാസവും ഒരു ശമ്പളം കിട്ടി. ഇപ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശിൽ നിന്ന് മരിച്ച പയ്യന് 18 വർഷമായി. ഇപ്പോൾ ആ കുട്ടിക്ക് കല്യാണമായി. അപ്പം ആ കുട്ടിക്ക് കാശ് അയച്ചു കൊടുക്കും ഞങ്ങൾ. അപ്പം നമ്മുടെ പയ്യന്മാർക്ക് എല്ലാവർക്കും നമ്മളൊരു ഫാമിലിയാണെന്നുള്ളൊരു എപ്പോഴുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടാവും. അതാണ് ബറക്കത്ത് ഗ്രൂപ്പ്. പഴച്ചാറ് വിറ്റ് ലാഭം ഉണ്ടാക്കുന്നവരും പഴച്ചാറ് കുടിച്ച് ആരോഗ്യം ഉണ്ടാക്കുന്നതും ഒരു നല്ല സമൂഹം ഈ നാട്ടിലുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. തീർച്ചയായിട്ടും. അതേസമയം ഈ മദ്യപിക്കുന്നവർക്ക് ഒരു മെസ്സേജ്, അമൃതവും കൂടിയ വിഷമമാണ്. അതുകൊണ്ട് ലിമിറ്റായിട്ട് കുറച്ച് അടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഗുണം ഉണ്ടാവും എന്നല്ലാണ്ട് വേറൊന്നും ആവില്ല. പക്ഷേ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് എല്ലാം അസുഖം വരുന്നത്. ഇപ്പോൾ നല്ല എന്താ പറയുക ആഹാരം കഴിക്കുമ്പോൾ നല്ല കൊഴുപ്പുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവും നമുക്ക് ബോഡിയിൽ. അതേ സാധനം കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇതുപോലെയാണ് ദൈവം എല്ലാം നമുക്ക് കൊടുത്തിരിക്കുന്നത് ശരിയാണ്, പക്ഷേ എല്ലാം ലിമിറ്റായിരിക്കണം. എവറിത്തിങ് ഷുഡ് ബി ഇൻ ലിമിറ്റ്. അതാണ്. വളരെ സന്തോഷം സാർ ഇത്രയും സമയം സംസാരിച്ചാൽ. ഒരു ബിസിനസ്മാനെ തേടി എത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് ബിസിനസ്മാനല്ല, ഒരു ആധ്യാത്മിക പ്രഭാഷണം പോലെ, അല്ല ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ഒരാളിൽ നിന്നുള്ള കുറേ സന്ദേശങ്ങൾ നിറഞ്ഞ ജീവിത ദർശനങ്ങൾ നിറഞ്ഞ വാക്കുകളാണ്. ആ വാക്കുകൾക്ക് നന്ദി. താങ്ക് യു. ബറാക്കത്ത് എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി എന്നല്ലേ? അപ്പോൾ ബറാക്കത്തിനും ഞങ്ങൾക്കും എല്ലാവർക്കും ബറാക്കത്ത്. അപ്പോൾ ഷാർപ്പ് വേ ട്രേഡിങ്ങിൻ്റെ MD ശ്രീ നൂർ മുഹമ്മദ് സാർ ഇപ്പോൾ കുടുംബത്തിലെത്തിയിരിക്കുകയാണ്. അൽ റഷീദിയയിലുള്ള ഒരു മനോഹരമായ ഒരു വില്ലയിലാണ് ഒരു സകുടുംബം താമസിക്കുന്നത്. ഭാര്യ ബുഷ്റയാണ്, കുട്ടികളുണ്ട്, എല്ലാവരുമായിട്ട് ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ 3 കുട്ടികളുമായിട്ട് ഒരു കുടുംബം നാഥൻ ആയിട്ട് നമ്മളിവിടെ ഇരിക്കുന്നു. ഇപ്പോഴും എന്താണ് ഒരു ഫീലിംഗ്? വളരെ സന്തോഷമാണ്, വളരെ സന്തോഷകരമായ യാതൊരു എന്താ പറയുക ടെൻഷനുമില്ല. ഇവരുടെ മക്കൾ പഠിത്തം, അവരുടെ കാര്യങ്ങൾ അതിലൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതുവരെ ഇതിലൊന്നും ഒരു ടെൻഷനൊന്നും ആയിട്ടില്ല. ഉദ്ദേശിച്ച പോലെയൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. നാട് പൂന്താനം, അതെ, മഹാകവിയുടെ അടുത്താണ്. ചെറിയ കുട്ടി കവിതകളെങ്കിലും എഴുതാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? അതെ, അതിനുമുമ്പ് അറിയാം, ബന്ധത്തിലുള്ളതാണ്. ബന്ധമുണ്ട്. ഈ ദുബായ് ലൈഫ് ആക്ച്വലി എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ? അതെ അതെ. നൂർ മുഹമ്മദ് ബുഷ്റ ദമ്പതികളുടെ മൂത്ത പുത്രി, പേരെന്താ? സഫ്രീൻ. എന്താ പേരിനർത്ഥം? പ്യുവർ ലവ്. ആര് തിരഞ്ഞെടുത്ത പേര്? എൻ്റെ ഫാദർ. ശരി. ഇപ്പൊ +2 പഠിക്കുന്നു അല്ലേ? +2. പേരെന്താ? ഫർസീൻ. ഫർസീൻ എന്ന് പറഞ്ഞാൽ മീനിങ് ഇന്റലിജന്റ് എന്നാണ് ഇവര് പറയുന്നത്. എനിക്ക് ശരിക്കും അറിയില്ല.
അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവർ പറയുന്നത് ഇന്റലിജന്റ് ആണെന്ന്. ഇന്റലിജന്റ് ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ശരി ശരി ശരി. അപ്പൊ എന്താണെന്നാണ് തോന്നുന്നത്? ഒരു ബുദ്ധൂസ് ആണെന്ന് തോന്നുന്നു. ഇന്റലിജന്റ് ആണല്ലേ? ഇന്റലിജന്റ് ആകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അപ്പനും അമ്മ ഇട്ട പേരാണ് ഫർദീൻ അല്ലേ? ഫർസീൻ. ആ ഫർസീൻ. ഓക്കെ. ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്? ഞാൻ 6th. 6th-ലാണ്. സ്കൂള് അവറോൺ ഹൈസ്കൂൾ വർക്ക. ഇവരുടെ മക്കൾ ഇപ്പൊ 3 പേര്. മോക്ക് എന്താ പേരിട്ട്? സുഹറീൻ. അപ്പോൾ നിങ്ങൾ ഈ മക്കൾ ഇവിടെ പഠിക്കുന്ന മക്കളെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു വാക്ക് അവിടെ നിന്ന് പഠിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് തെറ്റുവിടാതെ പറയണം. ഒന്നുമല്ല, നിങ്ങൾ മലയാളികളല്ലേ? ഏത് രാജ്യത്ത് താമസിച്ചാലും മലയാളം മറക്കരുതല്ലോ. അതുകൊണ്ട് നിങ്ങളെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാം. ഇത് ആര് തച്ച സഞ്ചി, ചന്തയിൽ തച്ച സഞ്ചി എന്ന് തെറ്റില്ലാതെ പറയണം. ഇതാര് തച്ച സഞ്ചി, ചന്തയിൽ തച്ച സഞ്ചി. ഇതാര് തച്ച സഞ്ചി, ചന്തയിൽ തച്ച സഞ്ചി. ഇതാര് തച്ച സഞ്ചി, ചന്തയിൽ തച്ച സഞ്ചി. ഇതാര് തച്ച സഞ്ചി. അവിടെ ഇടയ്ക്ക് 3ാമത്തെ പ്രാവശ്യം ഒരിക്കലും ചെറിയ പ്രശ്നം പറ്റി. ഇതാര് തച്ച സഞ്ചി, സഞ്ചി. ഇനി പോയി. ഇനി ഇതാര് തച്ച സഞ്ചി. സഞ്ചി അല്ല, സഞ്ചി. ഇങ്ങനെ തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ തോക്കരുത്. ജയിക്കാനുള്ള ശ്രമം നടത്തണം. മോൻ പറ. ഇത് ആര് തയ്ച്ച സഞ്ചി, ചന്തയിൽ കെട്ടറ വന്നു. ഇതിപ്പോ നാട്ടിലെ കേരളം പെരിന്തൽമണ്ണയിലെ റോഡ് പോലെ. ഇതാര് തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. ആര് തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. ആര് തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. ശരി, ഇത്രയും നേരം നിങ്ങളോട് ചുമ്മാ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് വളരെ സന്തോഷം. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങളുടെ ദുബായിലെ ഈ മനോഹരമായ വീട്ടിലെത്തുവാനും നിങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കുവാനും ഇതാര് തച്ച സഞ്ചി, ചന്തയിൽ തച്ച സഞ്ചി എന്ന് പറയിക്കുവാനും ഒക്കെ കഴിഞ്ഞുള്ള സന്തോഷം. കാരണം ഞങ്ങൾ ചെറിയ സമ്മാനം കൂടെ ഫർസീനാണ് തരുന്നത്. ഇത് ബെല്ലോ എന്ന് പറഞ്ഞാൽ ദുബായിലെ സാറിന് പക്ഷേ അറിയാമായിരിക്കും. ദുബായിലെ വാഹനമായിട്ട് ബന്ധപ്പെട്ട എന്താവശ്യങ്ങൾക്കും സമീപിക്കാവുന്ന സ്ഥാപനമാണ് ബെല്ലോ ബസ് റെൻ്റൽസ്. ഒരു ക്രൂസ് ഡിന്നർ, ഒരു ഫാമിലിക്ക് നിങ്ങൾക്ക് 5 പേർക്ക് കൂടെ പോയി ഒരു ഡിന്നർ ആവാം. പൂമാനം പൂത്തുലഞ്ഞി പൂവള്ളി കുടിലെന്ത് കരളുണം നോക്കിളി. തമാശ സിനിമകൾ എനിക്കിഷ്ടം. ഇപ്പോഴേ തച്ചോളി ഓതേനൻ, കടത്തനാട്ട് മാക്കം, അതൊക്കെയാണ് ഇഷ്ടം. അത് സിനിമകളുടെ പേരാണോ ഇതൊക്കെ? നാട്ടിലും ഇവിടെയും ഒരുപോലെ ഇഷ്ടമാണ്. പക്ഷെ കുറച്ചും കൂടെ സേഫായിട്ട് തോന്നും. a+b² ഈസ് ഈക്വൽ ടു a² + 2ab+b² എന്ന് എങ്ങനെ വന്നെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഒന്ന് പറഞ്ഞുതരാം. സമയം എടുക്കും അതിന്. അധ്വാനിക്കാൻ മനസ്സുള്ളവർക്കാണ് വിജയം. വിജയിക്കുന്നവരോടൊപ്പം സമ്പത്ത് വരും. സമ്പത്തുള്ളവരോടൊപ്പം സമാധാനവും സന്തോഷവും വരും. അങ്ങനെ സമ്പത്തും സന്തോഷവും സമാധാനവുമുള്ള നിരവധി കുടുംബങ്ങളിലൂടെയാണ് മറുനാടും മലനാടും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സന്തോഷത്തിലും അവരിൽ നിന്ന് പകർന്നു കിട്ടുന്ന അറിവിലും മറുനാടും മലനാടിൻ്റെയും പ്രേക്ഷകർ തൃപ്തരാണെന്ന് കരുതുന്നു. ഇനി അടുത്ത ആഴ്ച. അതിനുമുമ്പ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് ഊർജം നൽകുന്നു. അതുകൊണ്ട് എഴുതുക, കൈനിറയെ സമ്മാനങ്ങളും നേടുക.